ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തുൽ ലാമിയ, അതല്ലെങ്കിൽ അൽ മൻളൂമത്തുൽ ലാമിയ എന്ന കൊച്ചു കവിത സമാഹാരമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ദർസുകളിലായി 3 വരികളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ അദ്ദേഹത്തോട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയും അതിന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഈ കവിതയുള്ളത്. ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് നമ്മൾ പറഞ്ഞുപോയ വരികൾ ഒന്നുകൂടി വായിക്കാം. അദ്ദേഹം പറഞ്ഞു: യാ സായിലി അൻ മദ്ഹബി വഅഖീദതി റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു. എന്റെ അഖീദയെക്കുറിച്ചും അഥവാ എന്റെ വിശ്വാസത്തെക്കുറിച്ചും എന്റെ നിലപാടിനെ കുറിച്ചും ചോദിച്ചവനെ, റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു, ആരാണോ ഹിദായത്തിനു വേണ്ടി ചോദിക്കുന്നത് അവന് ആ ഹിദായത്ത് സന്മാർഗം നൽകപ്പെടും, അതല്ലെങ്കിൽ സന്മാർഗം നൽകപ്പെടട്ടെ. ഇസ്മഅ കലാമ മുഹഖ്ഖിഖിൻ ഫീ ഖൗലിഹി ലാ യൻസനി അൻഹു വലാ യതബദ്ദലു. ഇസ്മഅ, നീ കേൾക്കുക, അഥവാ നീ ശ്രദ്ധിച്ചു കേൾക്കുക. കലാമ മുഹഖ്ഖിഖിൻ ഫീ ഖൗലിഹി, നീ ചോദിച്ച അഖീദയെക്കുറിച്ചും മദ്ഹബിനെക്കുറിച്ചും വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി അതിൽ ദൃഢതയുള്ള ഒരാളുടെ വാക്ക് നീ ശ്രദ്ധിച്ചു കേൾക്കുക. ലാ യൻസനി അൻഹു വലാ യതബദ്ദലു, ഈ പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിനക്ക് പറഞ്ഞു തരാൻ പോകുന്ന അഖീദ, വിശ്വാസം, അതിലെ നിലപാട്, മദ്ഹബ്, അത് മാറ്റുകയോ തിരുത്തുകയോ ചെയ്യുകയില്ല. ശേഷം അദ്ദേഹം അഖീദയും മദ്ഹബും വിശദീകരിക്കുകയാണ്. അതിൽ അദ്ദേഹം തുടങ്ങിയത് മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെക്കുറിച്ചുള്ള വിശ്വാസം പറഞ്ഞുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു, സഹാബത്താണ് ഈ ദീൻ അടുത്ത തലമുറയിലേക്ക് കൈമാറിയത്. അവരുടെ വിഷയത്തിലാണ് മുസ്ലിം ഉമ്മത്തിൽ കടുത്ത ഭിന്നതയും ഭിന്നിപ്പും ഉണ്ടായത്. പിന്നീട് പല കക്ഷികളുമായി വേർപിരിഞ്ഞത് സഹാബികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതുകൊണ്ട് ആദ്യം സഹാബികളുമായി ബന്ധപ്പെട്ട അഖീദ ശരിയാക്കണം, അഥവാ ഈ ദീൻ വന്ന വഴി അത് ശരിയാവണം. ആ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം ശരിയാവണം, എന്നിട്ടാണ് ബാക്കിയുള്ളത് പറയുക. അദ്ദേഹം പറയുകയാണ്: ഹുബ്ബു സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബുൻ വമവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു. ഹുബ്ബു സഹാബത്തി കുല്ലിഹിം,
സഹാബത്തിനോട് അവരിലെ എല്ലാവരോടുമുള്ള സ്നേഹം, ഹുബ്ബ് എന്നത് എന്റെ നിലപാടാണ്. അഥവാ അവരെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. വമവദ്ദത്തുൽ ഖുർബ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബക്കാർ അഥവാ ഭാര്യമാർ, അതുപോലെ തന്നെ അവിടുത്തെ മുഅ്മിനീങ്ങളായ അടുത്ത കുടുംബം, അഹ്ലുബൈത്ത് അതല്ലെങ്കിൽ ആലുബൈത്ത്, അവരോടുള്ള സ്നേഹവും അവരോടുള്ള ആത്മബന്ധവും എന്റെ മദ്ഹബാണ്, എന്റെ നിലപാടാണ്. ബിഹ അതവസ്സലു, സഹാബികളോട് അവരിലെ എല്ലാവരോടും ഒരാളോട് പോലും ഒരു വേർതിരിവുമില്ലാതെ അവരിൽപ്പെട്ടവരാണ് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മക്കളും അടുത്ത കുടുംബക്കാരും. ഇവരോടെല്ലാവരോടുമുള്ള സ്നേഹം മുഖേന ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അഥവാ ഇത് റബ്ബിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന ഒരു ഇബാദത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എന്റെ നിലപാട് എന്ന് അദ്ദേഹം ആ വരിയിൽ പറയുകയാണ്. അതിനെക്കുറിച്ചാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. സഹാബത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇനി നാലാമത്തെ വരി മൂന്നാമത്തെ വരിയുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലുൻ ലകിന്നമ അസ്സദ്ദീഖു മിൻഹും അഫ്ളലു. വലികുല്ലിഹിം, അവരിൽ എല്ലാവരും. വലികുല്ലിഹിം എന്ന് പറഞ്ഞാൽ അത് സഹാബികളെ കുറിച്ചാണ് ആ പറഞ്ഞത്. വലികുല്ലിഹിം, ആ സഹാബികൾക്കെല്ലാവർക്കും, സഹാബികളിലെ എല്ലാവർക്കും എന്നാണ് അതിന്റെ അർത്ഥം. മേൽ പറഞ്ഞ എല്ലാവരും, അവരെല്ലാവരും അതിൽ ഉൾപ്പെട്ടു. വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലുൻ. സഹാബികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരോടുള്ള സ്നേഹം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. അതിനു പുറമെ സഹാബികളുടെ വിഷയത്തിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, അവർ എല്ലാവരും ഒരേ ദറജയിൽ ഉള്ള ആളുകളല്ല, എല്ലാവർക്കും ഒരേ പദവിയല്ല. വലികുല്ലിഹിം ഖദ്റുൻ, അവരിലെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഖദ്റുൻ, അവരുടേതായ സ്ഥാനമുണ്ട്. അലാ വഫളായിലുൻ, ഉന്നതമായ സ്ഥാനങ്ങളുണ്ട്, അതുപോലെ ശ്രേഷ്ഠതകളുമുണ്ട്. എല്ലാവരും ഒരേ പദവിയിലല്ല എന്ന് ചുരുക്കം. ലകിന്നമ അസ്സദ്ദീഖു മിൻഹും അഫ്ളലു, എന്നാൽ അവരിലെ എല്ലാവരെക്കാളും അസ്സദ്ദീഖാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ആരാണ് അസ്സദ്ദീഖ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസമാണ്. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയാണ്. വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലുൻ, സഹാബികളിലെ എല്ലാ ഓരോരുത്തർക്കും അവരുടേതായ ഉന്നതമായ സ്ഥാനങ്ങളുണ്ട്, അതുപോലെ അവർക്ക് ശ്രേഷ്ഠതകളുമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശ്രേഷ്ഠതയാണ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സഹാബികളുടെ ശ്രേഷ്ഠത പറയുന്ന ചില ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അതിൽ അല്ലാഹു തആല ആദ്യം ഈ ദീനിലേക്ക് കടന്നു വന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് മുഹാജിറുകളെയാണ് ആദ്യം പറഞ്ഞത്. അഥവാ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന, ആദ്യം ഇസ്ലാം സ്വീകരിച്ച, ആദ്യം ഇസ്ലാമിനു വേണ്ടി പ്രയത്നിച്ച, പരിശ്രമിച്ച, ജീവൻ ത്യജിച്ച, എന്നിട്ട് നാട് വിടേണ്ടി വന്ന, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മുഹാജിറുകളാണ് അവരിൽ സ്ഥാനമുള്ളവർ എന്ന് പറഞ്ഞാൽ അൻസാറുകൾ, മുഹാജിറുകൾ എന്ന് രണ്ട് രൂപത്തിൽ നമുക്ക് കാണാം. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് പോയവരാണ്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ളവരാണ്. മദീനയിൽ ഉള്ള ഈ മുഹാജിറുകളെ സ്വീകരിച്ച ആളുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ മുഹാജിറുകൾക്കാണ് അവരെക്കാൾ ശ്രേഷ്ഠത കൂടുതൽ മൊത്തത്തിലെടുത്താൽ. അത് കഴിഞ്ഞാൽ പിന്നെ അൻസാറുകൾ. സ്വഹാബികളിൽ എല്ലാവരെയും എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആദ്യത്തെ ആള് മുതൽ അവസാനത്തെ ആള് വരെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വ്യക്തികളെ നോക്കുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നതാണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന പരാമർശം നമുക്ക് കാണാം. അവിടുന്ന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരുടെ പേരുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അൽ അശറത്തുൽ മുബശ്ശറൂൻ എന്നാണ് അവരെ കുറിച്ച് പറയപ്പെടാറുള്ളത്. 10 സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ. ഒരൊറ്റ ഹദീസിൽ അവരുടെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചു. അതിൽ ആദ്യം അവിടുന്ന് പറഞ്ഞത് അബൂബക്കർ ഫിൽ ജന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? ഖാല, അവിടുന്ന് പറഞ്ഞു, ആയിഷ, അവിടുത്തെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ സഹാബി വന്ന ആൾ, ചോദ്യകർത്താവ് ചോദിച്ചു, മിനർ റിജാൽ, നബിയെ പുരുഷന്മാരിൽ വെച്ചാരാണ്? അവിടുന്ന് പറഞ്ഞു, അബൂഹ, അവരുടെ വാപ്പ, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും അവിടത്തേക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു. അതുപോലെ തന്നെ വേറെയും ഹദീസുകൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖലീലായി തിരഞ്ഞെടുത്തു. എനിക്ക് ഈ ഉമ്മത്തിൽ വെച്ച് ആരെയെങ്കിലും ഖലീലായി അഥവാ ഉറ്റമിത്രമായി സ്വീകരിക്കാൻ അനുവാദമുണ്ടെങ്കിൽ ലത്തഖൽതു അബൂബക്രിൻ ഖലീല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഖലീലായി സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേത് മാത്രമായി നമുക്ക് ഹദീസുകളിൽ കാണാം. അതാണ് ഇവിടെ ശൈഖ് സൂചിപ്പിച്ചത്. വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലുൻ, ഓരോരുത്തർക്കും അവരുടേതായ ഉന്നതമായ സ്ഥാനങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട്. ലകിന്നമ സിദ്ദീഖു മിൻഹും അഫ്ളലു, എന്നാൽ അവരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ശ്രേഷ്ഠനായ ആൾ. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹദീസിൽ അബൂബക്കർ ഫിൽ ജന്ന എന്ന് പറഞ്ഞു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഫിൽ ജന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ ഫിൽ ജന്ന, ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അലി ഫിൽ ജന്ന, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് നാലാമത്തെ ആൾ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 പേരുടെയും ശ്രേഷ്ഠതയായി അവരുടെ സ്ഥാനം അവിടുന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് അവരുടെ ഖിലാഫത്തും വന്നിട്ടുള്ളത്. ഈ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെയാണ് ഖിലാഫത്ത് എന്നതിനുള്ള സൂചന നൽകിയ ഒരു ഹദീസ് ഇതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവണം ഖലീഫ, ശേഷം ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു. ഈ ഒരു തർത്തീബിലാണ് അവർക്കിടയിലുള്ള സ്ഥാനം. ഇതിന് വിരുദ്ധമായിട്ടാണ് ശീഈ റാഫിദുകൾ ഇല്ലാത്ത കപട സ്നേഹം കാണിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരെക്കാളും മുകളിലെത്തിക്കാൻ പരിശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണ്. അദ്ദേഹത്തിന് പോലും ആ വാദമില്ല. അലി റളിയല്ലാഹു അൻഹുവിന് പോലും
അദ്ദേഹമാണ് ഇവരെക്കാളെല്ലാം മികച്ചത്, ശ്രേഷ്ഠതയുള്ള ആൾ എന്ന് ഒരിക്കലും വാദമില്ല. അത് ഈ ആളുകൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് നോക്കൂ, ഇത് നമ്മുടെ അഖീദയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ശ്രേഷ്ഠൻ. അതങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റവും വരുത്താൻ നമുക്ക് പാടുള്ളതല്ല. ഈ ഉമ്മത്തിലെന്നല്ല, മൊത്തത്തിൽ നബിമാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് കാണാം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്രിൻ വ ഉമറു സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്ന മിനൽ അവ്വലീന വൽ ആഖിരീൻ ഇല്ല നബിയ്യീന വൽ മുർസലീൻ. അംബിയ മുർസലുകൾ ഒഴികെ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, അഥവാ ലോകത്തെ സർവ്വ മനുഷ്യരെക്കാളും സ്വർഗത്തിലെ കുഹൂൽ എന്ന് പറഞ്ഞാൽ മധ്യവയസ്സിനോടടുത്ത ഒരു പ്രായത്തിനാണ് ആ പ്രയോഗം പ്രയോഗിക്കുക. അവരുടെ നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരെക്കാളും നബിമാർക്ക് ശേഷം, അംബിയാ മുർസലുകൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ഹദീസിൽ കാണാം. ഈ 4 പേർ അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്നാണ് അവർക്ക് പ്രത്യേകമായി പറയപ്പെട്ടിട്ടുള്ള പേര്. നമുക്കറിയാം, അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് പറഞ്ഞാൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ ഹദീസിൽ കാണാം, ഇതാണ് 4 പേർ. ഈ 4 പേരാണ് മൊത്തത്തിൽ സഹാബികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള 4 പേര് ഇവരാണ്. ഓരോ പടിപടിയായിട്ടത് നമ്മൾ മനസ്സിലാക്കണം. അതായത് 2 വിഭാഗം എടുക്കുകയാണെങ്കിൽ മുഹാജിറുകളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ, പിന്നെ അൻസാറുകൾ. വ്യക്തികളിലേക്ക് വരികയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യത്തെ ഏറ്റവും എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ. പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി റളിയല്ലാഹു അൻഹും. ഈ 4 പേരാണ് മൊത്തത്തിൽ എല്ലാവരെക്കാളും ശ്രേഷ്ഠരായ ആളുകൾ. ശേഷം ഈ 4 പേർ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 പേർ എണ്ണി പറഞ്ഞ ആ ബാക്കിയുള്ള 6 പേരാണ്. അഥവാ ഹദീസിൽ കാണാം, വതൽഹതു ഫിൽ ജന്ന, തൽഹ റളിയല്ലാഹു അൻഹു, തൽഹതു ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അഞ്ചാമത്തെ ആൾ. വസുബൈർ ഫിൽ ജന്ന, الزبير بن العوام رضي الله عنه. وعبد الرحمن بن عوف في الجنة، مهنايا عبد الرحمن بن عوف رضي الله عنه. وسعد في الجنة، سعد بن أبي وقاص رضي الله عنه. وسعيد في الجنة، سعيد بن زيد رضي الله عنه. وأبو عبيدة ابن الجراح في الجنة، أبو عبيدة ഇബ്നുൽ ജറാഹ് ഫിൽ ജന്ന. ഇങ്ങനെ 10 പേരുടെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. ഇവർക്കാണ് അൽ അശറത്തുൽ മുബശ്ശറൂൻ എന്ന് പറയുക. അപ്പൊ 4 പേരാണ് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠരായ 4 പേർ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൊത്തത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ഈ 6 പേർ, ബാക്കിയുള്ള 6 പേർ, തൽഹ റളിയല്ലാഹു അൻഹു, അതുപോലെ സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ബാക്കി 4 പേരും. ഇങ്ങനെ 10 പേർ. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് കാണാം അഹ്ലു ബദർ, ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്തവർ, അവർക്കാണ് പിന്നെ വലിയ ശ്രേഷ്ഠതയുള്ളത്. അതുപോലെ ഉഹദിൽ പങ്കെടുത്ത ആളുകൾ, അതുപോലെ തന്നെ ബൈഅത്തുർ റുദ്വാൻ അതിൽ പങ്കെടുത്ത ആളുകൾ, അവർക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹു പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന് ചുവട്ടിൽ താങ്കൾക്ക് ബൈഅത്ത് നൽകിയ ആളുകൾ, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ ശ്രേഷ്ഠതയുള്ള ആളുകളാണ് എന്ന് നമുക്ക് കാണാം.
അതുപോലെ തന്നെ വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരെക്കുറിച്ചും പല രൂപത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ട്? ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ പറയപ്പെട്ട ആളുകളിൽ തന്നെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാത്ത ശ്രേഷ്ഠത ഉമർ റളിയല്ലാഹു അൻഹു പറയപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് മാറി സഞ്ചരിക്കും. അത് അദ്ദേഹത്തിന് പ്രത്യേകമാകപ്പെട്ടതാണ്. അതിനർത്ഥം എന്തല്ല? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠത അദ്ദേഹത്തിനുണ്ട് എന്നല്ല. പക്ഷേ വലികുല്ലിഹിം ഖദ്റുൻ അല, അതാണ് പ്രത്യേകം ശ്രേഷ്ഠത അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അത് പറയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ദുന്നൂറൈൻ എന്ന പേര് വിളിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെൺമക്കളെ, അഥവാ ആദ്യം ഒരാളെ വിവാഹം ചെയ്തു കൊടുത്തു, അവർ മരണപ്പെട്ടപ്പോൾ അടുത്ത ആളെ വിവാഹം ചെയ്തു കൊടുത്തു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിട്ടിയ പോരിശയാണ്, പ്രത്യേകതയാണ്. അതുപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ശ്രേഷ്ഠതയുണ്ട്. ഒരിക്കൽ ഖൈബർ യുദ്ധത്തിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഇസ്ലാമിന്റെ പതാക അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, അള്ളാഹുവും റസൂലും തിരിച്ച് സ്നേഹിക്കുന്ന ഒരാൾക്ക് ഞാൻ നൽകും. അപ്പൊ ആരാണ് എന്ന് എല്ലാവരും വളരെ ആശങ്കയോടുകൂടി ആ രാത്രി കഴിച്ചുകൂട്ടിയെന്നാണ് ചില സഹാബികൾ പറഞ്ഞതായി കാണാം. അന്ന് മാത്രമാണ് ഒരു സ്ഥാനത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയത്. കാരണം എന്തുകൊണ്ടാണ്? ആ സ്ഥാനം കിട്ടാനല്ല, പിന്നെയോ ആ പറഞ്ഞ വാക്ക് അവരെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി. എന്താണ്? അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവരാണ് അവർ, രണ്ടുപേരും തിരിച്ചും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അത് ഉറച്ച ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ അത് ഞാനാവണേ എന്ന് പലരും ആഗ്രഹിച്ചു പോയി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വരെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ ആ ഫളായിൽ കിട്ടിയത് ആർക്കാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല ശ്രേഷ്ഠതകളും ചിലർക്കില്ലാത്തത് ചിലർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, ഒരുപാട് അസറുകൾ അഥവാ സഹാബികൾ പറഞ്ഞതും അതുപോലെ തന്നെ താബിഈങ്ങൾ പറഞ്ഞതും ഒക്കെ നമുക്ക് കാണാം. ഒരുപാട് വാക്കുകൾ കഴിഞ്ഞ ദർസിൽ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്ക് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരോടുള്ള സ്നേഹം സുന്നത്താണോ? അദ്ദേഹം പറഞ്ഞതില്ല, ഫരീളത്തുൻ, ഫർളാണ് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ്. ഫർള് എന്ന് പറഞ്ഞാൽ അത് കൂലി കിട്ടുന്ന കാര്യമാണ്, ചെയ്യാതിരുന്നാൽ കുറ്റം കിട്ടുന്ന കാര്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഹദീസുകൾ നമ്മൾ വായിച്ചിരുന്നു. ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ, അൻസാറുകളോടുള്ള സ്നേഹം ഈമാനിൽപ്പെട്ടതാണ്, സഹാബികളോടുള്ള സ്നേഹം ഈമാനിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞ അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അലി റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കൾ, അവരെ കുറിച്ച് പറഞ്ഞു, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അഥവാ വഫാത്തിന്റെ ആ കാര്യം പറയുന്ന ഹദീസിലാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. അമ തർളൈന അൻ തകൂനി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന ഔ നിസാഇൽ മുഅ്മിനീൻ, മോളെ ഫാത്തിമ, സ്വർഗക്കാരുടെ അഥവാ സ്വർഗീയ സ്ത്രീകളുടെ നേതാവണം എന്ന് അതിന് നീ തൃപ്തിപ്പെടുന്നില്ലേ? അഥവാ അവർ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വേറെയും ധാരാളം ഇതുപോലെ കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത വന്ന ഹദീസുകളുണ്ട്. അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം. ഇങ്ങനെ ധാരാളക്കണക്കിന് സഹാബികളുടെ വ്യത്യസ്തങ്ങളായ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ പറയുന്നത് നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇത് നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു മനസ്സിലാക്കണം.
ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന സലഫു, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അഥവാ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവർക്ക് ശേഷം വന്നവർ, യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബ അബീ ബക്രിൻ വ ഉമർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടുമുള്ള സ്നേഹം മക്കളെ പഠിപ്പിക്കുമായിരുന്നു. ഏതുപോലെ കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കും. എന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കണം എന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അത്രയും പ്രാധാന്യത്തോടുകൂടി അവർ കണ്ടിരുന്നു. അതുപോലെ ഒരു ഹദീസിൽ കാണാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, വമാ അഅദത ലഹ, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത്, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അദ്ദേഹം പറഞ്ഞു, ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരോടൊപ്പമായിരിക്കും. അനസ് റളിയല്ലാഹു അൻഹു അഥവാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫമാ ഫരിഹ്നാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത ബിശൈഇൻ ഫറഹന, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് പരലോകത്തുണ്ടാവുക, ആ അർത്ഥത്തിൽ പറഞ്ഞ ആ വാക്കിനേക്കാൾ നമുക്ക് സന്തോഷമുണ്ടായിരുന്ന മറ്റൊരു വാക്കും ഉണ്ടായിട്ടില്ല. കാരണം എന്താ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഅന ഉഹിബ്ബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. വ അബാ ബക്രിൻ വ ഉമർ, അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ സ്നേഹിക്കുന്നു. വഅർജു അൻ അകൂന മഅഹും, അവരോടൊപ്പം ഖിയാമത്ത് നാളിൽ പരലോകത്ത് സ്വർഗത്തിലാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിഹുബ്ബി ഇയ്യാഹും വഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അവരോടുള്ള സ്നേഹം കാരണത്താൽ അവർ ചെയ്തത്രയും പ്രവർത്തനം എന്റെ കയ്യിൽ ഇല്ലെങ്കിലും കൂടി അവരോടുള്ള സ്നേഹം കൊണ്ട് അല്ലാഹു തആല അവരോടൊപ്പം എന്നെ ആക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് അദ്ദേഹം സന്തോഷത്തോടുകൂടി പറഞ്ഞ ഹദീസുകൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കാണാം. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, സഹാബികൾ അവരോടുള്ള സ്നേഹം നമ്മുടെ ദീനാണ്. അതോടൊപ്പം അവർക്കുള്ള വ്യത്യസ്തങ്ങളായ ശ്രേഷ്ഠതകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ മദ്ഹബാണ്. ഇതിങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. അതോടൊപ്പം സഹാബികളോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്, അവരെ സ്നേഹിക്കുക എന്നതിൽപ്പെട്ടതാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, മുഅ്മിനീങ്ങൾ അഥവാ അവർക്ക് ശേഷം വന്നവർ, അവർ എന്ന് പറഞ്ഞാൽ അവിടെ സഹാബികളാണ്. സഹാബികൾക്ക് ശേഷം വന്ന ആളുകൾ, മുഅ്മിനീങ്ങൾ പറയും, റബ്ബന ഇഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാനുമായി നമ്മളെക്കാൾ മുൻകടന്ന നമ്മുടെ സഹോദരങ്ങൾ അഥവാ സഹാബികൾ, അവർക്കും നീ പുറത്തു കൊടുക്കണേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, അല്ലാഹുവേ ഈമാനുള്ള മുഅ്മിനീങ്ങളായ ആളുകളോട് അഥവാ അവരിൽ ആദ്യം പെടുക സഹാബികളാണ്, അവരോട് നമ്മുടെ മനസ്സിൽ യാതൊരു പകയും വിദ്വേഷവും നീ ഉണ്ടാക്കല്ലേ എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനാണ്, നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. അതോടൊപ്പം അവരുടെ ഖദർ, അവർക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സ്ഥാനവും അവരുടെ ശ്രേഷ്ഠതയും നമ്മൾ അംഗീകരിക്കണം. നമ്മൾ അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതാണ് 4-ാമത്തെ ബൈത്തിൽ വരിയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലുൻ ലകിന്നമ സിദ്ദീഖു മിൻഹും അഫ്ളലു. വലികുല്ലിഹിം, തൊട്ടു മുന്നേ പറഞ്ഞ സഹാബികളിൽ ഓരോരുത്തർക്കും ഖദ്റുൻ അലാ, ഉന്നതമായ സ്ഥാനമുണ്ട്, വഫളായിലുൻ,
അതുപോലെ തന്നെ ശ്രേഷ്ഠതകളുമുണ്ട്. ലകിന്നമ സിദ്ദീഖു മിൻഹും അഫ്ളലു, എന്നാൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അഞ്ചാമത്തെ വരി അദ്ദേഹം പറയുന്നു, വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി ആയാതുഹു ഫഹുവൽ കരീമുൽ മുൻസലു. ഇത് സഹോദരങ്ങളെ കഴിഞ്ഞ 3-4 വരികളിൽ സഹാബികളെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലാക്കി, സഹാബികളെ കുറിച്ചാണ് പറഞ്ഞത്. അഥവാ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ദീൻ നമുക്ക് കൈമാറി വന്നത് അവരിലൂടെയാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചു. കാരണം കൊണ്ടുവന്നവരെ പറ്റി യഥാർത്ഥ രൂപത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അവർ കൊണ്ടുവന്നതിനെ ശരിക്കും പഠിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അവരെ കുറിച്ച് നമ്മൾ പഠിച്ചതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം, നമ്മുടെ വിശ്വാസം ശരിയാക്കിയതിന് ശേഷം പിന്നെ അടുത്തത് അവർ മുഖേന തലമുറ കൈമാറി വന്ന പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അഥവാ നമ്മുടെ പ്രമാണമായ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വഹയിനെ കുറിച്ചാണ് ഇനി അടുത്ത വരിയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കൊണ്ടുവന്നവരെ കുറിച്ച് ശരിയായ വിശ്വാസം പുലർത്തിയാൽ ഇനി ഈ കാര്യത്തിലും ശരിയായ വിശ്വാസം പുലർത്താൻ പറ്റും. അതിൽ പിഴച്ചാൽ ഇതിലും പിഴക്കും. അതാണ് ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ, പിഴച്ചുപോയ കക്ഷികൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി ആയാതുഹു ഫഹുവൽ കരീമുൽ മുൻസലു. വഅഖൂലു, ഞാൻ പറയുന്നു, ഫിൽ ഖുർആനി, ഖുർആനിന്റെ വിഷയത്തിൽ. വഅഖൂലു, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അഅ്തഖിദു, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം, എന്റെ മദ്ഹബ് ഖുർആനിന്റെ വിഷയത്തിൽ മാ ജാഅത് ബിഹി ആയാതുഹു, ആ ഖുർആനിലെ വന്നിട്ടുള്ള ആയത്തുകൾ, അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളെ കുറിച്ച് എന്റെ വിശ്വാസം, എന്റെ നിലപാട് എന്താണ്? ഫഹുവൽ കരീമുൽ മുൻസലു, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഇറക്കപ്പെട്ടതാണ് എന്നാണ് എന്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. കലാം എന്ന് പറഞ്ഞാൽ സംസാരമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തതാണ്. എങ്ങനെ? ബിവാസിതത്തി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പരിശുദ്ധ റമളാനിൽ ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹീതമായ ഒരു രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തതാണ് എന്നാണ് എന്റെ വിശ്വാസം, അഥവാ നമ്മുടെ വിശ്വാസം. ഇത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. തീർച്ചയായും ഇന്നഹു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ലതൻസീലു റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ടതാണ്, ഇറങ്ങിയതാണ്. നസല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്ത ആത്മാവ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് അതുമായി ഇറങ്ങിയിട്ടുള്ളത്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻസിരീൻ, ഓ നബിയെ, താങ്കളുടെ ഹൃദയത്തിലേക്ക് അഥവാ താങ്കൾക്ക് ഈ വഹ്യുമായി വന്നത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് എന്തിനാണ്? ലിതകൂന മിനൽ മുൻസിരീൻ, താങ്കൾ മുന്നറിയിപ്പുകാരനായി ജനങ്ങളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാഹു സൂറത്തു ശുആറയിൽ പറഞ്ഞ ആയത്താണിത്. അതുപോലെ അല്ലാഹു പറഞ്ഞു, അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇത് സർവ്വലോകങ്ങളെയും റബ്ബായ അല്ലാഹുവിൽ നിന്നും ഇറങ്ങിയതാണ്, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. സഹോദരങ്ങളെ, എന്താണ് ഈ വരി കൊണ്ട്
ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ കലാമാണ്. ഇത് അഖീദയായി പഠിപ്പിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ഇന്ന് അൽഹംദുലില്ലാ വളരെ എളുപ്പത്തിൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുന്നു. ഇത് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹിജ്റ 300 അഥവാ 200ന്റെ തുടക്കത്തിൽ മഹാനായ അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്ന ഒരു ഫിത്നയാണ് ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല, മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് ചില ആളുകൾ പറയുകയുണ്ടായി. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, ഭരണാധികാരിയാണ് പറഞ്ഞത്. ഭരണാധികാരികൾ അവർക്ക് സ്വാധീനമുള്ള ആ സന്ദർഭത്തിൽ ജനങ്ങൾക്കിടയിൽ ഈ വിശ്വാസം അടിച്ചേൽപ്പിക്കുകയുണ്ടായി. എത്രത്തോളം അന്ന് ഒരുപാട് ആളുകൾ അവരെ ഭയന്നുകൊണ്ട് മിണ്ടാതിരിക്കുകയുണ്ടായി. ചില ആളുകൾ ഒന്നും പറഞ്ഞില്ല. ചില ആളുകൾ തൽക്കാലം അവർ പറയുന്നത് പുറമേക്ക് സമ്മതിച്ചു കൊടുക്കുകയുണ്ടായി. കാരണം കൊല്ലപ്പെടും, അതുപോലെ ഉപദ്രവിക്കപ്പെടും എന്ന പേടി കൊണ്ട്. എന്നാൽ അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം ധീരതയോടുകൂടി ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല. അപ്പൊ അതിന്റെ പേരിൽ ചരിത്രത്തിൽ കാണാം അദ്ദേഹം ധാരാളം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം അദ്ദേഹം ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ചാട്ടവാറ കൊണ്ട് അടികിട്ടിയിട്ടുണ്ട്. ചില മുൻഗാമികൾ അഥവാ ആ കാലഘട്ടത്തിൽ ജീവിച്ച ചില ആളുകൾ പറഞ്ഞതായി കാണാം, ബഗ്ദാദിൽ ആ അങ്ങാടികളിൽ വലിയ ശബ്ദം കേൾക്കും. അപ്പൊ ചോദിക്കപ്പെടുമ്പോൾ പറയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് തല്ലിട്ടുന്നതാണ്, ചാട്ടവാറ കൊണ്ട് അടിക്കും. ചോദിക്കും വന്നിട്ടു, എന്താണ് തീരുമാനം, പറയോ മാറ്റി പറയോ? ഇല്ല എന്ന് പറഞ്ഞാൽ അടി തുടരാൻ പറയും. പിന്നെയും കൊടുക്കും, പിന്നെയും ചോദിക്കും, പിന്നെ അടിക്കും. ഇങ്ങനെ പലതവണ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഹദീസ് പറയുന്ന ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് അകറ്റുകയുണ്ടായി, വീട്ടുതടങ്കലിലാക്കുകയുണ്ടായി, ജയിലിലാക്കുകയുണ്ടായി. ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് കാണാം ചരിത്രത്തിൽ. കഴുതപ്പുറത്ത് കെട്ടി നടുറോട്ടിലൂടെ വലിക്കുകയുണ്ടായി എന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുകയുണ്ടായി. വലിയ ആലിമാണ്, വലിയ ഇമാമാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ ഫിത്ന ഉടലെടുത്തപ്പോൾ ആളുകൾ ഈ വലിയ പണ്ഡിതന്റെ ശ്രേഷ്ഠത വരെ മറന്നുപോയി. ആ രൂപത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുകയുണ്ടായി. പക്ഷേ സഹോദരങ്ങളെ, അതൊന്നും വില പോയിട്ടില്ല. അതിലെല്ലാം അദ്ദേഹം ഉറച്ചു നിന്നു. ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം ഉറച്ചു നിൽക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തോട് ചില ആളുകൾ അടികിട്ടുമ്പോൾ ചോദിക്കും, ഒരിക്കൽ ഒന്ന് പറഞ്ഞൂടെ, ഒന്ന് സമ്മതിച്ചു കൊടുത്തൂടെ, പിന്നെ ഇതൊക്കെ ശരിയാക്കിയാൽ നമുക്ക് തിരുത്താലോ, അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് തല്ല് കിട്ടുന്നത് സഹിക്കാൻ പറ്റാതെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ്. ഇമാം അവറുകളെ തൽക്കാലം ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് സമ്മതിച്ചിട്ട് പിന്നെ ഇവന്റെ ഷർറ് കഴിഞ്ഞാൽ, ഫിത്ന അവസാനിച്ചാൽ നമുക്കത് തിരുത്തി രേഖപ്പെടുത്തിക്കൂടെ എന്നുവരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പുറത്തേക്ക് നോക്കിയാൽ ഒരുപാട് ആളുകളെ പേനയും ഏടും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇമാം അഹ്മദ് എന്താണോ പറയുന്നത് എഴുതാൻ. അദ്ദേഹം അന്ന് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരുത്താൻ അവസരം കിട്ടൂല. അതാണ് പിന്നെ മുസ്ലിം ലോകത്ത് പ്രചരിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചാലും വേണ്ടില്ല ഇത് മാറ്റിപ്പറയാൻ, ഒരു സെക്കൻഡ് പോലും തിരുത്തി പറയാൻ തയ്യാറായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ വിശാലമായ ചരിത്രത്തിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, അങ്ങനെ പ്രയാസപ്പെട്ട് കിട്ടിയ ഒരു അഖീദയാണിത്. നമുക്ക് തോന്നും, ഇവിടെ ഇപ്പൊ ആരും അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നില്ലല്ലോ. ഇതുപോലെയായിരുന്നു നല്ല ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ വന്നത്. ഹിജ്റ 218 ആ ഫിത്ന ആരംഭിച്ചത്. മഅ്മൂൻ എന്ന ഭരണാധികാരി ഉള്ള കാലഘട്ടത്തിൽ. ആ സമയത്ത് ഹിജ്റ 200 എന്ന് പറയുമ്പോൾ ഏതാണ് കാലഘട്ടം? ഉത്തമ തലമുറകൾ അഥവാ
തബഉ താബിഈങ്ങളൊക്കെ ജീവിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് ഉടലെടുത്ത ഫിത്നയാണിത്. വലിയ ഇമാമിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, വലിയ പണ്ഡിതന്മാർ ഉണ്ടായിരുന്ന കാലത്ത് വന്ന ഒരു ഫിത്നയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഇതിന്റെ കാറ്റ് തട്ടിയ ആളുകൾ ഇന്നുണ്ട്. നമുക്ക് മുന്നിൽ പ്രത്യക്ഷമായി നമ്മൾ ആ വിഷയവുമായി ഇടപെടുന്നില്ല എന്ന് മാത്രം ഈ വിശ്വാസമുള്ള പല ആളുകളുമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വിശ്വാസമുള്ള പല ആളുകളുമുണ്ട്, അറിഞ്ഞും അറിയാതെയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മുടെ അഖീദയായി നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ പഠിക്കേണ്ട കാര്യമാണിത്. അൽ ഖുർആനു കലാമുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. അവന് സംസാരമുണ്ട്, അവൻ സംസാരിക്കും. അവന് കലാം എന്ന സിഫത്തുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലാഹു സംസാരിക്കും. അങ്ങനെ അവൻ സംസാരിച്ചതാണ് വഹയാകുന്ന അവന്റെ വേദഗ്രന്ഥങ്ങൾ. അതേപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ കലാമാണ്. അല്ലാഹു തആല ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് കേൾക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം ആ വിഷയത്തിൽ. അതല്ലാതെ ചില ആളുകൾ പറയും, അഥവാ അൽ ജഹ്മിയ്യ, ജഹ്മികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, പിഴച്ച കക്ഷികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയത്തിൽ ബഹുദൂരം പിഴച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല, അവന് സംസാരമെന്ന സിഫത്തില്ല എന്നാണ് അവരുടെ വിശ്വാസം. അള്ളാഹുവിന്റെ സിഫത്തുകളെ മുഴുവനും നിഷേധിക്കുന്നവരാണവർ. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നവരാണവർ. അതുപോലെ തന്നെ ജഹ്മികൾ ഖബറിലെ അദാബും സിറാത്തും മീസാനും അള്ളാഹുവിനെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടലും ഇതൊക്കെ നിഷേധിക്കുന്നവരാണ്. അങ്ങനെ ജഹ്മികൾ ഇന്നും ലോകത്തുണ്ട്, ഇന്നും പല സ്ഥലങ്ങളിലും ഉണ്ട്. അത്തരം ആളുകൾ ഏത് കാലത്തും പിന്നെയും പൊങ്ങി വരാം. അതുകൊണ്ട് നമ്മൾ ഈ അഖീദ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണ് അവന്റെ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അല്ലാഹു തആല ഈ ഖുർആനിനെ സംരക്ഷിച്ചിട്ടുണ്ട്. മറ്റു വേദഗ്രന്ഥങ്ങൾ പോലെയല്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ ആളുകൾ കൈകടത്തി, എന്നിട്ട് അതിനെ അള്ളാഹു ഇറക്കിയ രൂപത്തിൽ നിന്ന് മാറ്റുകയുണ്ടായി. എന്നാൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, അതൊരാൾക്കും ഒരു ഹർഫ് പോലും, ഒരു വള്ളി പുള്ളി തെറ്റിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണോ അള്ളാഹു തആല പറഞ്ഞത്, എങ്ങനെയാണോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തത്, എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് അത് ഓതിക്കൊടുത്തത്, അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ അത് നിൽക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ ദിക്ർ, ഈ ഖുർആൻ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു തആല ഇതിനെ സംരക്ഷിക്കും. ചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം. പഴയ കാലത്ത്, അഥവാ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ച യഹ്യ ഇബ്നു അക്സം എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ, അദ്ദേഹം പറയുകയാണ്, ഒരു യഹൂദിയായ മനുഷ്യൻ, യഹൂദിയായ ജൂതനായ ഒരാൾ അവിടെയുള്ള ഭരണാധികാരിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് അയാൾ നല്ല സംസാരമൊക്കെ നടത്തി. അപ്പൊ അയാൾ ഈ യഹൂദിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അയാൾ അതിന് തയ്യാറായില്ല, അങ്ങനെ തിരിച്ചുപോയി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം യഹ്യ ഇബ്നു അക്സം അദ്ദേഹം ഈ യഹൂദിയെ കാണുകയാണ്. അയാൾ മുസ്ലിം ആയിരിക്കുന്നു, യഹൂദി ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ അന്ന് സ്വീകരിച്ചില്ലല്ലോ, പിന്നീട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുന്ന് ഇറങ്ങി അതിനുശേഷം വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി. അങ്ങനെ ഞാൻ തൗറാത്ത് അതിന്റെ 3 നുസ്ഖകൾ ഉണ്ടാക്കി. 3 നുസ്ഖകൾ,
3 കോപ്പികൾ സംഘടിപ്പിച്ചു. അതിൽ ചിലതിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ട്, ചിലതിൽ കുറച്ചിട്ടുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ അതിന്റെ പണ്ഡിതന്മാർക്ക്, അതിന്റെ ആളുകൾക്ക് കൊണ്ടുകൊടുത്തപ്പോൾ അവർക്കത് മനസ്സിലായിട്ടില്ല. ഇത് കുറഞ്ഞിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് എന്നൊന്നും അവർക്ക് തിരിഞ്ഞില്ല. അതേപോലെ നസാറാക്കൾക്ക് ഇഞ്ചീൽ ഇതുപോലെ കൊണ്ടുകൊടുക്കുകയുണ്ടായി. അപ്പോൾ അവർക്കും അതിനെക്കുറിച്ച് തിരിഞ്ഞില്ല. മൂന്നാമതായി മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എന്ത് ചെയ്തു? ഖുർആൻ ഇതുപോലെ ചെയ്തിട്ട് കൊണ്ടുകൊടുത്തു. പക്ഷേ അവർ സ്വീകരിച്ചില്ല. അവർ ഓരോ ഹർഫും പരിശോധിച്ചിട്ട് കുറഞ്ഞതും കൂടിയതും കൃത്യമായി അതിനെ പറഞ്ഞ് തിരിച്ചു കൊടുത്തു എന്നാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പറയുന്നത് ഹക്കാണ്, ഇതാണ് ശരിയായ ദീൻ എന്നതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ചരിത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഈ ഖുർആനിനെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നതിന് ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്ത് തെളിവാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാമാണ് ഈ ദിക്ർ, ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ എന്നത് വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി ആയാതുഹു ഫഹുവൽ കരീമുൽ മുൻസലു. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് എന്റെ വിശ്വാസം, അതിലെ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് എന്റെ വിശ്വാസം, ഫഹുവൽ കരീം, അത് കരീമാണ്, അഥവാ ആദരവേറിയതാണ്, അനുഗ്രഹീതമാണ്. അൽ കരീം എന്ന വാക്കിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ബറക്കത്തുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തആല ഖുർആനിനെ കുറിച്ച് മുബാറക്കുൻ എന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അൽ കരീം എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകൾ നിറഞ്ഞ, ഒരുപാട് അനുഗ്രഹീതമായ, മുബാറക്കായ ഗ്രന്ഥം എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ഖുർആൻ, അതിലെ ആയത്തുകൾ അള്ളാഹുവിന്റെ സംസാരമാണെന്നും അത് അനുഗ്രഹീതമായിക്കൊണ്ട്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ, ഓ നബിയെ താങ്കൾക്കിതാ നാം ഒരു കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു, മുബാറക്കുൻ, അത് അനുഗ്രഹീതമാണ്, അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണത്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കാൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്, അതാണ് അൽ കരീം എന്നതിന്റെ അർത്ഥം. ഫഹുവൽ കരീമു അൽ മുൻസലു, അത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. അതുപോലെ അൽ മുൻസലു, അത് ഇറക്കപ്പെട്ടതാണ്, അഥവാ അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. എങ്ങനെ? അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹു സംസാരിച്ചതാണ്. അള്ളാഹുവിന് സംസാരം എന്ന സിഫത്തുണ്ട്. അള്ളാഹു സംസാരിക്കും അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. അള്ളാഹു തആല പറഞ്ഞതിന്റെ തർത്തീബ് അനുസരിച്ചാണ് ഖുർആൻ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടത്. ആദ്യം ഇറങ്ങിയ ആയത്ത് നമുക്കറിയാം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പരിശുദ്ധ ഖുർആൻ ഒരാൾ മുസ്ഹഫിലായി വായിക്കാൻ, പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം സൂറത്തുൽ ഫാത്തിഹയാണ്. അതുപോലെ ഓരോ ആയത്തും ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു അവതരിപ്പിക്കുമ്പോൾ അത് ഇന്ന സ്ഥലത്താണ്, ഇന്നതിന്റെ ബാക്കിയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്താണ്. ഇങ്ങനെയാണ് മുസ്ഹഫിൽ ഉണ്ടാവേണ്ടത്, അഥവാ ഫാത്തിഹയിൽ തുടങ്ങി നാസിൽ അവസാനിക്കണം. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ, അവന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മുടെ വിശ്വാസമാണിത്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അൽ ജഹ്മിയ, നമ്മൾ നേരത്തെ പറഞ്ഞു, അൽ ജഹ്മുബ്നു സഫ്വാൻ, അൽ ജഹ്മുബ്നു സഫ്വാൻ എന്ന പിഴച്ച മനുഷ്യൻ, അയാളാണ് ജഹ്മിയാക്കളുടെ തലവൻ. അയാൾ അൽ ജഅദ് ബിൻ ദിർഹം എന്ന ഒരുവന്റെ കയ്യിൽ നിന്നാണ് ഈ പിഴച്ച വാദം പഠിച്ചത്. അയാൾക്ക് കിട്ടിയത് അബാൻ ഇബ്നു സമആൻ എന്ന യഹൂദിന്റെ അടുക്കൽ നിന്നാണ്. യഹൂദി ആയ ഒരു മനുഷ്യനാണ് ഈ വാദം മുസ്ലിമീങ്ങളിലേക്ക് കടത്തിക്കൂട്ടിയത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഷിയാക്കൾ ഉടലെടുത്തത് എവിടുന്നാണ്?
അബ്ദുല്ലാഹിബ്നു സബ എന്ന ഒരു മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം പറഞ്ഞിട്ടാണ് കടന്നു വന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കടന്നു വരികയുണ്ടായി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അയാളെ നാടെടുത്തി. എന്നിട്ട് അവിടെ പോയിട്ട് ഫിത്നയുണ്ടാക്കി. ആളുകളെ തിരിപ്പിച്ച് അവസാനം എന്ത് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് പിന്നീട് ആളുകൾ എത്തുകയുണ്ടായി എന്ന് ചരിത്രം വിശാലമായ ചരിത്രമാണ്. പറഞ്ഞു വന്നത് യഹൂദി ആയ ഒരാളിൽ നിന്നാണ് ഈ പറഞ്ഞ പിഴച്ച കുഫ്റൻ വിശ്വാസം വന്നു കിട്ടിയത്. അൽ ജഹ്മു ബിനു സഫ്വാൻ എന്ന മനുഷ്യനിലേക്ക് ഇതെത്തിയത്. അയാൾ പിന്നീട് ഈ ഇസ്ലാമിക ലോകത്തേക്ക് കടത്തിക്കൊണ്ട് വരികയുണ്ടായി. അതുപോലെ അൽ മുഅ്തസില എന്ന ഒരു വിഭാഗമുണ്ട്. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മജ്ലിസിൽ നിന്നും ഇഅ്തസല അഥവാ ആ മജ്ലിസ് ബഹിഷ്കരിച്ചു കൊണ്ടുപോയി. ഹക്ക് പറയുമ്പോൾ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം പറയുമ്പോൾ അത് പിടിക്കാതെ എഴുന്നേറ്റ് പോയ ആളാണ് വാസിൽ ഇബ്നു അതാ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. അങ്ങനെയാണ് അയാൾക്ക് അൽ മുഅ്തസിലി എന്ന പേര് വന്നത്. ഇഅ്തസല എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിച്ച് ഒഴിവാക്കി പോയി എന്നാണ്. ഇപ്പൊ ദർസ് ഒഴിവാക്കിപ്പോയി, ആ മജ്ലിസ് ഒഴിവാക്കി പോയതിന്റെ പേരിൽ അയാളെ മുഅ്തസിലി എന്ന് വിളിക്കുകയുണ്ടായി പിന്നീട്. അങ്ങനെയാണ് അൽ മുഅ്തസില എന്ന ഒരു സംഘം പിന്നീട് അതിന്റെ ആളുകൾ വാസിൽ ഇബ്നു അതാ എന്ന് പറഞ്ഞ മനുഷ്യന്റെ അയാളുടെ പിൻഗാമികളായി കുറെ ആളുകൾ വന്നു. അപ്പൊ അവർക്കും ഈ പറഞ്ഞ പിഴച്ച വിശ്വാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിനെ കുറിച്ച്, അതുപോലെ തന്നെ വേറെയും അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച്, ഇങ്ങനെ പല പിഴച്ച വിശ്വാസങ്ങളും അവർക്കുണ്ട്. അപ്പൊ അവരും ഈ പറഞ്ഞ രൂപത്തിൽ പിഴച്ച കക്ഷികളാണ്. അതുപോലെ അൽ അശ്അരിയ മാതുരിദിയ, അശ്അരിയാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്, മാതുരിദിയ അതും നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കലാം അവർ അംഗീകരിക്കും. പക്ഷേ ആ കലാമിനെ കുറിച്ച് അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും എന്നത് വിശ്വാസമില്ലാത്തവരാണ്. അശ്അരിയാക്കളിലെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയില്ല, അവർക്കതൊന്നും അറിയുകയില്ല, അത്ര അഗാധമായി അവർ പഠിപ്പിക്കുകയുമില്ല. എന്നാൽ അശ്അരിയാക്കളുടെ അസ്ൽ ഇങ്ങനെയാണ്. ഈ പറഞ്ഞ രൂപത്തിലുള്ള ധാരാളം പിഴവ് അവർക്കുണ്ട് ഖുർആനിന്റെ വിഷയത്തിൽ, അതുപോലെ അള്ളാഹുവിന്റെ സിഫത്തിന്റെ വിഷയത്തിൽ. ഇൻഷാ അല്ലാഹ് അടുത്ത വരി അതാണ്, അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ എന്നത് പറഞ്ഞു വന്ന വരി ഒന്നുകൂടി വായിക്കാം. വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി ആയാതുഹു ഫഹുവൽ കരീമുൽ മുൻസലു. അള്ളാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, അതിലെ ആയത്തുകളെ കുറിച്ച് എന്റെ വിശ്വാസം, ഞാൻ പറയുന്നത്, എന്റെ മദ്ഹബ് അത് ഫഹുവൽ കരീമുൽ മുൻസലു, അല്ലാഹു തആല അനുഗ്രഹീതമായി ഇറക്കിയതാണ് എന്നതാണ് എന്റെ വിശ്വാസം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഇറക്കി എന്നതാണ് വിശ്വാസം. അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അതോടൊപ്പം അള്ളാഹു സംസാരിക്കും, അവന് സംസാരമുണ്ട്, അവന്റെ സിഫത്തുകളെല്ലാം അവന് യോജിച്ച രൂപത്തിലാണ്, ഒരു പടപ്പിനെയും പോലെയല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തത് മനസ്സിലാക്കും, അടുത്ത പഠിക്കും. അപ്പൊ അത് നമ്മുടെ വിശ്വാസമാണ്. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സംസാരിക്കും, ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിക്കുന്ന സമയത്ത് സംസാരിക്കും. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ കലാമാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഖുദ്സിയായ ഹദീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഖുദ്സിയായ ഹദീസ്. എന്താണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? ഹദീസ് എന്ന് പറഞ്ഞാൽ പൊതുവെ സാങ്കേതികമായി പ്രയോഗിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾക്കാണ് എന്ത് പറയാ? ഹദീസ് എന്ന് പറയാം. ഹദീസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഭാഷാർത്ഥം സംസാരം എന്നാണ്. എന്നാൽ സാങ്കേതികമായിട്ട് നമ്മൾ പൊതുവെ ഹദീസ് എന്ന് പറഞ്ഞാൽ നിരുപാധികം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്താണ്? ഒരാളെ ഹദീസ് എന്ന് മുഴുവൻ എഴുതിയാൽ നമുക്ക് സംസാരം എന്ന് മാത്രമാണ് ഓർമ്മ വരിക? അല്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അതും അള്ളാഹുവിന്റെ വഹിയാണ്.
വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. സൂറത്തുൻ നജും പരിശുദ്ധ ഖുർആനിലെ സൂറത്താണ്. അതിൽ അല്ലാഹു പറഞ്ഞു വമാ യൻതിഖു അനിൽ ഹവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ദീനിന്റെ കാര്യം സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, നൽകപ്പെടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവിടുന്ന് ദീനി കാര്യങ്ങൾ സംസാരിക്കുകയില്ല. അപ്പോ ഹദീസ് എന്നത് വഹയാണ്, അള്ളാഹുവിന്റെ വഹയാണ്. ആ ഹദീസ് തന്നെ ഖുദ്സിയായ ഹദീസ് എന്ന ഒരു വിധമുണ്ട്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ സഹാബി ഉണ്ടാകും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുണ്ടാകും, ശേഷം ഖാലല്ലാഹു തആല എന്നുണ്ടാവും. ഹദീസിൽ ഖാലല്ലാഹു തആല എന്ന് ഹദീസിൽ കാണാം. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു പറഞ്ഞു. അതല്ലെങ്കിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവീഹി അൻ റബ്ബിഹി, അവിടുത്തെ റബ്ബിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു. ഇങ്ങനെ ഖുദ്സിയായ ഹദീസുകൾ എന്ന് നമുക്ക് ഹദീസിന്റെ കൂട്ടത്തിൽ ചില ഹദീസുകളെ കാണാം. അത് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഹദീസിൽ ഉണ്ടാവുക. ഇത് അള്ളാഹുവിന്റെ സംസാരമാണോ എന്ന് ചോദിച്ചാൽ സംസാരമാണ്, അള്ളാഹു പറഞ്ഞതാണ്. ഉദാഹരണത്തിന് ഖാലല്ലാഹു തആല അഅദതു ലിഇബാദിയ സ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ എന്നൊരു ഹദീസ് കാണാം. സ്വർഗ്ഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഞാൻ എന്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു സൃഷ്ടിയുടെ ഭാവനയിൽ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത്, അങ്ങനെയുള്ള സ്വർഗം ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അത് ഖുദ്സിയായ ഹദീസാണ്. അതുപോലെ തന്നെ ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞ് വേറെയും ഹദീസുകൾ നമുക്ക് കാണാം. അപ്പൊ ഖുർആനും ഖുദ്സിയായ ഹദീസും അള്ളാഹുവിന്റെ കലാമാണ് എന്ന നിലക്ക് എന്താണ്? രണ്ടും അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ കലാമാണ്. എന്നാൽ ഖുർആനും ഖുദ്സിയായ ഹദീസും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണത്? ഖുർആൻ ഒരു ഹർഫിന് 10 പ്രതിഫലമുണ്ട്. ഒരു ഹർഫിന് 10 പ്രതിഫലമുണ്ട്. ഖുദ്സിയായ ഹദീസിന് അത് പറഞ്ഞിട്ടില്ല. ഒരാൾ ആ ഹദീസ് വായിച്ചാൽ ഒരു ഹർഫിന് എന്തില്ല? 10 പ്രതിഫലം അള്ളാഹു റസൂലോ പറഞ്ഞിട്ടില്ല. എന്നാൽ ഖുർആനിൽ ഒരാൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ എത്ര കിട്ടും? 30 പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ ഖുദ്സിയായ ഹദീസ് എന്നത് ഒരു സഹാബിക്ക് എന്ത് ചെയ്യാം? അതിന്റെ അർത്ഥം റിവായത്ത് ചെയ്യാം. അള്ളാഹു നേരെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞില്ലെങ്കിലും അതിന്റെ ലഫ്ളിൽ മാറ്റം വന്നാലും പ്രശ്നമില്ല. എന്നാൽ ഖുർആൻ എങ്ങനെ ഓതാൻ പറ്റോ? ഇല്ല. ഖുർആനിൽ ആ അറബി വാക്കിന് വേറെയും വാക്കുണ്ടെങ്കിലും അവിടെ എന്താക്കാൻ പാടില്ല? മാറ്റിയിട്ട് പ്രയോഗിക്കാൻ പാടില്ല. എങ്ങനെയാണോ അള്ളാഹു ഇറക്കിയത് അങ്ങനെ തന്നെ ആയിരിക്കണം. അതുപോലെ പരിശുദ്ധ ഖുർആൻ എന്നത് നിസ്കാരത്തിൽ ഓതാം. അള്ളാഹുവിന്റെ കലാം ഖുർആനിൽ നിസ്കാരത്തിൽ ഓതണം. എന്നാൽ ഖുദ്സിയായ ഹദീസ് ഓതാൻ പറ്റോ? ഇല്ല. അതുപോലെ തന്നെ ഖുർആൻ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം വുദൂഓടുകൂടി മാത്രമേ ചുമക്കാൻ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ ആ വിഷയം അങ്ങനെയാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസിന്റെ ഒരു ഗ്രന്ഥം അത് വുദൂ വേണോ? ഖുദ്സിയായ ഹദീസിന്റെ ഒരു കിതാബുണ്ടെന്ന് വിചാരിക്കാം. വുദൂ വേണോ ചുമക്കാൻ എടുക്കാൻ? വേണ്ടതില്ല. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഖുദ്സിയായ ഹദീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നതാണ്. അതും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കലാമാണ്, സംസാരമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സംസാരിക്കും, അള്ളാഹുവിന് സംസാരമുണ്ട്. അതാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ഇന്ന് പറഞ്ഞ 2 വരികൾ. ആ 2 വരികൾ ഒന്നുകൂടി പറയാം. വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലുൻ ലകിന്നമ അസ്സദീഖു മിൻഹും അഫ്ളലു. സഹാബികളിൽ അവരിൽ ഓരോരുത്തർക്കും ഉന്നതമായ സ്ഥാനവും ശ്രേഷ്ഠതകളുമുണ്ട്. എന്നാൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു. വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി.
ആയാതുഹു ഫഹുവൽ കരീമുൽ മുൻസലു. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്, അതിലെ ആയത്തുകളെ കുറിച്ച് ഞാൻ പറയുന്നു, എന്റെ വിശ്വാസം, എന്റെ നിലപാട് അത് അനുഗ്രഹീതമായി കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതാണ്, ഇറക്കിയതാണ്. ഇതാണ് നമ്മളെടുത്ത രണ്ട് വരികൾ. അടുത്ത വരി കൂടി പറഞ്ഞു പോകാം. ഇൻഷാ അല്ലാഹ് വിശദീകരണം നമുക്ക് അടുത്ത ദർസിൽ കൂടുതൽ വിശദീകരിക്കാം. വഅഖൂലു ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ അതഅവ്വലു. വഅഖൂലു, അദ്ദേഹം പറയുകയാണ് വീണ്ടും, വഅഖൂലു, ഞാൻ പറയുന്നു, അഥവാ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ അതഅവ്വലു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. വഅഖൂലു എന്ന് പറഞ്ഞ് തൊട്ടു മുന്നേ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ കലാം എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ് എന്നും പറഞ്ഞു. സംസാരം എന്നത് അള്ളാഹുവിന്റെ എന്താണ്? അള്ളാഹുവിന്റെ സിഫത്താണ്, വിശേഷണമാണ്. ആ വിശേഷണവുമായി ബന്ധപ്പെട്ടതാണ് ഇനി അടുത്ത വരിയിലുള്ളത്. വഅഖൂലു, ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ അതഅവ്വലു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്തഫ അൽ ഹാദി വിശദീകരിക്കും. ആ രണ്ട് വാക്കും വിശദീകരിക്കും. അള്ളാഹു തെരഞ്ഞെടുത്ത സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ അറിയിച്ചോ അതാണ് എനിക്ക് പറയാനുള്ളത്, അതാണ് എന്റെ വിശ്വാസം. അഥവാ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച്, അള്ളാഹുവിന് നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. ആ നാമങ്ങളിൽ അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട്, സിഫത്തുകളുണ്ട്. ആ വിഷയം അള്ളാഹു എങ്ങനെ അറിയിച്ചോ, റസൂൽ എങ്ങനെ പറഞ്ഞോ അതാണ് എനിക്കും പറയാനുള്ളത്. വലാ അതഅവ്വലു, ഞാൻ അതിനെ മാറ്റിമറിക്കുകയില്ല, ദുർവ്യാഖ്യാനിക്കുകയില്ല. ഇത് എന്റെ നിലപാടാണ്, അഥവാ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാടാണ് ഇത്. അസ്മാ വസിഫാത്തിൽ, അഥവാ നാമ ഗുണവിശേഷണങ്ങളിൽ നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ നിലപാടിതാണ്. അള്ളാഹു എന്ന് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, അതാണ് നമുക്കും പറയാനുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്ക് നമുക്കില്ല. വലാ അതഅവ്വലു, ഒരു മാറ്റിമറിക്കൽ, ഒരു ദുർവ്യാഖ്യാനം നമുക്കില്ല. ഇത് വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പറയാം. അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങൾ എന്നുള്ളത് ശാന്തമായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. തുടക്കത്തിൽ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ, ഇതിലെ ഓരോ കായികകളും കേൾക്കുമ്പോൾ വലിയ പ്രയാസമായിട്ട് തോന്നും, സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്തതുപോലെ തോന്നും. ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാകും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു ഇൽമ് നമുക്ക് കാണാൻ സാധിക്കൂല. കാരണം എന്താ? അള്ളാഹിനെ കുറിച്ചാണ് ഈ പഠിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ തുടക്കത്തിൽ തന്നെ പറയാം. എന്നാൽ നല്ല ശുദ്ധമായ ആ ഒരു മാനസികാവസ്ഥയിൽ അത് കേൾക്കലാണ് നല്ലത്. സമയത്തിന്റെ പരിമിതി കൊണ്ടും നമുക്കിന്ന് ഇത്ര മതി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വരികൾ അർത്ഥം എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം മുതലേ യാ സാഇലി അൻ മദ്ഹബി വ അഖീദതി, അതിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? എന്റെ വിശ്വാസത്തെക്കുറിച്ചും എന്റെ നിലപാടിനെ കുറിച്ചും ചോദിക്കുന്നവനെ, റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു, സന്മാർഗത്തിനു വേണ്ടി ആരാണോ ചോദിക്കുന്നത് അവന് സന്മാർഗം നൽകപ്പെടും. അതല്ലെങ്കിൽ ബ്രാക്കറ്റിൽ സന്മാർഗം നൽകപ്പെടട്ടെ, രണ്ട് രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഇസ്മ കലാമ മുഹഖിഖിൻ ഫീ ഖൗലിഹി, ഈ അഖീദയും മദ്ഹബും ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരാളുടെ വാക്ക് നീ ശ്രദ്ധിച്ചു കേൾക്കുക. ലാ യൻഫനി അൻഹു വലാ യതബദ്ദലു, ആ വ്യക്തി
അതിനെ മാറ്റുകയോ തിരുത്തുകയോ മാറ്റിമറിക്കുകയോ ചെയ്യുകയില്ല. ഹുബ്ബു സ്വഹാബത്തി കുല്ലിഹിം ലീ മദ്ഹബുൻ, സ്വഹാബികളോട് എല്ലാവരോടുമുള്ള സ്നേഹം എന്റെ നിലപാടാണ്. വമവദ്ദത്തുൽ ഖുർബ ബിഹാ അതവസ്സലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടും അടുത്ത കുടുംബക്കാരോടുമുള്ള സ്നേഹവും എന്റെ നിലപാടാണ്. അത് മുഖേന ഞാൻ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലു, സഹാബികളിലെ ഓരോരുത്തർക്കും ഉന്നതമായ സ്ഥാനവും ശ്രേഷ്ഠതകളുമുണ്ട്. ലാകിന്നവ സിദ്ദീഖു മിൻഹും അഫ്ളലു, എന്നാൽ അവരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി. വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അതിൽ വന്നിട്ടുള്ള ആയത്തുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നത് ഫഹുവൽ കരീമുൽ മുൻസലു, അത് അനുഗ്രഹീതമായി കൊണ്ട് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്നതാണ്. വഅഖൂലു ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ അതഅവ്വലു, അപ്രകാരം തന്നെ അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളെ കുറിച്ച് അള്ളാഹു എന്ന് പറഞ്ഞു, അള്ളാഹു തെരഞ്ഞെടുത്ത സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ അതിനെ മാറ്റിമറിക്കുകയില്ല. ഇതാണ് സഹോദരങ്ങളെ ഇതുവരെ പറഞ്ഞ വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥ അഖീദയിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അതിലായി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.